ഇന്ന് വൈഫൈ ഹാക്കിങ്ങിന്റെ ഫൈനൽ പാർട്ടാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഹാക്ക് ചെയ്യാൻ പോകുന്നത് എന്റെ അയൽക്കാരന്റെ വൈഫൈ ആണ്. നെക്സ്റ്റ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഹാക്കിംഗ് ആയിരിക്കും. ഫിഷിംഗ് ആൻഡ് ബ്രൂട്ട് ഫോഴ്സ് എന്താണെന്ന് അറിയാത്തവർ ജസ്റ്റ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് ബേസിക് നോളജ് ഉണ്ടാക്കുക. എന്റെ ട്യൂട്ടോറിയൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓൾ വൈഫൈ ഹാക്കിംഗ് വീഡിയോസ് ആർ ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ് ഓൺലി. ഇല്ലീഗലായിട്ട് വൈഫൈ ഹാക്കിംഗ് വീഡിയോസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞാനോ എന്റെ ചാനൽ കോൾഡിംഗ്.എക്സോ ഉത്തരവാദിയാവില്ല. പാർട്ട് 4 ൽ വൈഫൈ അഡാപ്റ്റർ മാനേജ് മോഡിൽ നിന്ന് മോണിറ്റർ മോഡ് ആക്കാനുള്ള എല്ലാ കമാൻഡും അതിൽ കൊടുത്തിട്ടുണ്ട്. ദിസ് വീഡിയോ ഡയറക്റ്റ് വൈഫൈ ഹാക്കിംഗ് ആണ്. ദെൻ വൈഫൈ ഹാക്കിംഗ് തുടങ്ങാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന TP-Link വൈഫൈ അഡാപ്റ്റർ. കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പ് അതിലേക്ക് കണക്ട് ചെയ്യുക. നിങ്ങൾ ഏത് ഡിവൈസാണ് ഉപയോഗിക്കുന്നത് ആ ഡിവൈസിലോട്ട് കണക്ട് ചെയ്യുക. വൈഫൈ അഡാപ്റ്റർ ഹോസ്റ്റ് മെഷീനിലാണോ കാളി ലിനക്സിലാണോ കണക്ട് ആയിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തുക. ഹോസ്റ്റ് മെഷീനിലാണെങ്കിൽ വൈഫൈ 2 കാണിക്കും. ഹോസ്റ്റ് മെഷീനിലാണെങ്കിൽ കാളി ലിനക്സിൽ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ഡിവൈസിൽ USB റിയലിനുള്ള ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാളി ലിനക്സിലായിരിക്കും കണക്ട് ആയിട്ടുണ്ടാവുക. റൈറ്റ് സൈഡിൽ ഇതുപോലെ വൈഫൈ കാണിക്കും. ടെർമിനൽ ഓപ്പൺ ചെയ്യുക. IW കോൺഫിഗ് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മോഡ് ഓട്ടോയോ മാനേജറോ മോഡ് ആയത് കാണാം. ഇത് ലാസ്റ്റ് റീസ്റ്റാർട്ടിൽ ഓട്ടോമാറ്റിക്കലി മോണിറ്റർ മോഡിൽ നിന്ന് മാനേജർ മോഡ് ആയതാണ്. മോണിറ്റർ മോഡ് ഇനാബിൾ ചെയ്യാൻ 4 കമാൻഡ് അടിക്കണം. എന്നാൽ മാനേജർ മോഡിൽ നിന്ന് മോണിറ്റർ മോഡ് ആവുന്നതാണ്. നിങ്ങൾ വൈഫൈ അഡാപ്റ്റർ ലാപ്ടോപ്പിൽ നിന്ന് ഡിസ്കണക്ട് ആയാൽ പിന്നെയും ഈ 4 കമാൻഡ് അടിക്കേണ്ടി വരും. ഇത് റണ്ണാവാത്തവർക്ക് ഈ മേലെ കൊടുത്തിട്ടുണ്ട് കമാൻഡ്. ഈ 5 കമാൻഡ് അടിച്ചു കഴിഞ്ഞാലും മോണിറ്റർ മോഡ് ഇനാബിൾ ആവുന്നതാണ്. ക്ലിയർ ചെയ്യാം. ക്ലിയർ. ഇനി റൂട്ട് യൂസർ ആവണം. സുഡോ പാസ്വേഡ് അടിക്കുക. നിങ്ങൾ ഏതാണ് പാസ്വേഡ് നിങ്ങൾ പാസ്വേഡ് അടിക്കുക. ഇനി മോണിറ്റർ മോഡ് ഇനാബിൾ ചെയ്യണം. IF config WN0 ഡൗൺ. അത് ഡൗൺ ചെയ്തു. നേരത്തെ കിൽ ചെയ്യാം. കില്ലാക്കി. ഇനി സ്റ്റാർട്ട് ചെയ്യാം. IW config ഇവിടെ മോണിറ്റർ മോഡ് ആയത് കാണാം. ഇത് ക്ലിയർ ചെയ്യാം. ക്ലിയർ. ഈ ടെക്സ്റ്റ് റൈറ്റർ ഇവിടെ കിടക്കട്ടോ. -NG WLN0 ഇതെന്തിനാന്ന് ചോദിച്ചാൽ എല്ലാ വൈഫൈ ഡിവൈസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെ വൈഫൈ ഉള്ളത് കാണിക്കാം. ഇവിടെ 5G കാണിക്കും. നമുക്ക് ഈ 5G ഒന്ന് ഹാക്ക് ചെയ്യാം. അപ്പുറത്തുള്ള 5G അത് നമുക്ക് ഹാക്ക് ചെയ്യാം. Ctrl+C അടിക്കുക. ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് ടെക്സ്റ്റ് എഡിറ്ററിൽ പേസ്റ്റ് ചെയ്യുക. കോപ്പി ആയിട്ടില്ല. ഒന്നുകൂടി ട്രൈ ചെയ്യാം. പേസ്റ്റ് ചെയ്യുക. പുതിയ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. സുഡോ റൂട്ട് യൂസർ ആവുക. -NG BSSID ഏതാണോ ഹാക്ക് ചെയ്യാൻ പോകുന്ന ഡിവൈസ് അതിന്റെ MAC അഡ്രസ് എടുക്കുക. അതിവിടെ പേസ്റ്റ് ചെയ്യുക.
ചാനല് ഏത് ചാനൽ നമ്പർ ഏതാ, ചാനൽ നമ്പർ എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ഉണ്ടാവും ചാനലിന്ന് CH എന്നുണ്ടാവും ചാനല്. അപ്പൊ ചാനൽ നമ്പർ 11, ചാനൽ നമ്പർ 11 മൈനസ് മൈനസ് നമുക്ക് റൈറ്റ് ചെയ്യാം ഒരു ഫയലിലോട്ട്. റൈറ്റ് ഹാൻഡ് ഷേക്ക് നമ്മുടെ ഡിവൈസിന്റെ പേര് WLN0. എൻ്റർ അടിച്ചു കഴിഞ്ഞാല് ഇവിടെ ഏതൊക്കെ ഡിവൈസ് കണക്ട് ആയിട്ടുള്ളതെന്ന് കാണാം. അപ്പൊ കണക്ട് ആയിരിക്കുന്ന ഡിവൈസിന്റെ MAC അഡ്രസ് കോപ്പി ചെയ്യുക, ടെക്സ്റ്റ് എഡിറ്ററിൽ ഒന്ന് പേസ്റ്റ് ആക്കുക. നെക്സ്റ്റ് ഡീഓതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ കണക്ട് ചെയ്ത എല്ലാ ഡിവൈസും ഡിസ്കണക്റ്റഡ് ആവണം. ന്യൂ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. റൂട്ട് യൂസർ ആവാം. സുഡോ പാസ്വേഡ് ക്ലിയർ അടിക്കാം. ക്ലിയർ എയർ -ng മൈനസ് ഡീഓതന്റിക്കേഷൻ. പിന്നെ എത്ര ആണ് നമ്മള് ഡീഓതന്റിക്കേഷൻ ചെയ്യണം. ഒരു 200 കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നേരം ഉണ്ടാവും. അവർക്ക് ഒരു ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്താൽ തന്നെ ഇല്ലീഗലാണ്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ തന്നെ. മൈനസ് നമ്മളെ MAC അഡ്രസ് നേരത്തെ കോപ്പി ചെയ്തല്ലോ, ആ MAC അഡ്രസ് പേസ്റ്റ് ചെയ്യുക. -C അവരെ MAC അഡ്രസ്, ഏത് ഡിവൈസ് ആണോ നമ്മളെ ഹാൻഡ് ഷേക്കിംഗ് ചെയ്യാൻ വേണ്ടത്, ഡീഓതന്റിക്കേഷൻ ചെയ്യാൻ വേണ്ടത്, ആ MAC അഡ്രസ്. പിന്നെ നമ്മുടെ ഡിവൈസിന്റെ പേര് WLN0. ഇപ്പൊ ഇവിടെ ഇങ്ങനെ കാണാം. അപ്പൊ അവർക്ക് ഏത് ഡിവൈസും കണക്ട് ആവുന്നുണ്ടാവില്ല. ഇപ്പൊ ഇവിടെ WPA ഹാൻഡ് ഷേക്കിംഗ് എന്ന് കാണാം. ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇതെല്ലാം ഇനി ക്ലിയർ ചെയ്യാം. ഈ ടെർമിനലെല്ലാം ക്ലിയർ, എക്സിറ്റ് ഈ ടെർമിനൽ ക്ലിയർ ചെയ്യാം. നമുക്ക് ഇതും ക്ലിയർ ചെയ്യാം. ഇനി ആവശ്യമില്ല, ടെക്സ്റ്റ് എഡിറ്ററിന്റെ ആവശ്യമില്ല. ഈ ക്രഞ്ച് ടൂൾ ഉപയോഗിച്ച് ഒരു പാസ്വേഡ്, മില്യൻസ് പാസ്വേഡ് നമുക്ക് ഉണ്ടാക്കാം. ക്രഞ്ച് ഫസ്റ്റ് മാക്സിമം, ഫസ്റ്റ് മിനിമം ഞാൻ 8 കൊടുക്കണം, മാക്സിമം ഞാൻ 8 കൊടുക്കണം. ഫസ്റ്റ് മിനിമം, സെക്കൻഡ് മാക്സിമം. പിന്നെ 9 ഏതൊക്കെ പാസ്വേഡാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. 9 8 7 6 5 4 3 2 1 0 -o പാസ്വേഡ് ഡോട്ട് ടെക്സ്റ്റ്. ഇതൊരു ഫയലിലോട്ട് ക്രിയേറ്റ് ചെയ്യാം. എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ 856 MB കാണാം. %2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. %46 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ക്രഞ്ച് ടൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ഫയൽ എന്താ ഉള്ളത് നോക്കാം. ക്ലിയർ അടിക്കാം. LS
അതൊക്കെ ലിസ്റ്റ് ചെയ്യും. അടുത്തത് കാറ്റ് പാസ്വേഡ് ഡോട്ട് ടെക്സ്റ്റ്. ഇത്രയ്ക്കും പാസ്വേഡാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ ഈ Ctrl+C അടിക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് പാസ്വേഡ് ക്രാക്ക് ചെയ്യാം. ഈ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഹാക്ക് ചെയ്ത വൈഫൈന്റെ പാസ്വേഡ് രണ്ടും കൂടിയും ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. ഇത് നമുക്ക് ക്ലിയർ ചെയ്യാം. LS നേരത്തെ ഹാൻഡ് ഷേക്ക് ചെയ്ത ഫയല് ക്യാപ് ഫയൽ. ഇതിൽ ഒരുപാട് ഫയൽ ഉണ്ടാവും, 3-4 ഫയൽ ഉണ്ടാവും. അതിൽ ക്യാപ്പ് നേരിയ ഫയൽ ചൂസ് ചെയ്യാം. ക്രാക്ക് ചെയ്യാം, പാസ്വേഡ് ക്രാക്ക് ചെയ്യാം. ക്രാക്ക് -ng. ഇതിന് ഹാൻഡ് ഷേക്കിന്റെ ക്യാപ് ഫയൽ എടുക്കുക. ഇതില് വേറെ കുറെ ഫയൽ ഉണ്ടാവും. CSV അതിൽ ക്യാപ് ഫയൽ ചൂസ് ചെയ്യാം. പിന്നെ വേർഡ് ലിസ്റ്റ് -w വേർഡ് ലിസ്റ്റ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഡോട്ട് ടെക്സ്റ്റ്. ഇതൊരു ഓഫ്ലൈൻ പാസ്വേഡ് മെത്തേഡാണ്, പാസ്വേഡ് ക്രാക്കിംഗ് മെത്തേഡാണ് ഓഫ്ലൈൻ. എൻ്റർ അടിക്കുക. ഇപ്പൊ കണ്ടില്ല, പാസ്വേഡ് ക്രാക്ക് ആയിക്കൊണ്ടിരിക്കണം. ഓഫ്ലൈൻ ക്രാക്കിംഗ് ആണ്. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഒന്നും വേണ്ട. ഈ ചാനലിൽ ഇടുന്ന എല്ലാ വീഡിയോസും ഏത് ലാപ്ടോപ്പിലും ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. Ryzen 3, Ryzen 5, Intel 3, Intel 5, പിന്നെ RAM 8 16 ഏതിലാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ പഠിക്കാം. Ryzen 5ന്റെ മേലോട്ട് Intel 5ന്റെ മേലോട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് റൺ ആവും. ആ ഒരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അല്ലാത്ത ഏത് Ryzen കുറഞ്ഞതായാലും ഏതിലും നിങ്ങൾക്ക് ഹാക്കിംഗ് പഠിക്കാം. അപ്പോൾ പാസ്വേഡ് ക്രാക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് പാസ്വേഡ്. ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ കണക്ഷൻ സക്സസ് ആണ്. വൈഫൈ കണക്ട് ആയിട്ടുണ്ട്.